ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ്. ഈശോയോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ ദിവസം ആരംഭിക്കുക. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോ നമുക്ക് പലതരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നൽകുന്നു. ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ഈശോ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. സ്നാപക യോഹന്നാന് ഈശോയെ പരിചയപ്പെടുത്തുമ്പോൾ ഇത് തന്നെയാണ് പറയുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 29-ാം തിരുവചനം. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമ്മുടെ എല്ലാ പാപക്കറകളും കഴുകിക്കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രിയ സഹോദര സഹോദരി, നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇങ്ങനെ ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ടെങ്കിൽ, ഒരു ബലിയാടായി തീരുന്ന ഒരു ദൈവം, പാപങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ജീവിതത്തിൽ പിന്നെ എവിടെയാണ് സങ്കടപ്പെടാനുള്ളത്? തീർച്ചയായിട്ടും ആ ദൈവം നിന്നെ ചേർത്ത് പിടിക്കും. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങളൊന്ന് കൂപ്പാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടായി നിന്നെ അനുഭവിക്കുവാനായിട്ട്, നിന്നോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളും നീ ഏറ്റെടുക്കുന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് നൽകുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം നിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ട് ഈ വ്യക്തിയെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിന്റെ സർവ്വം നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാം തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാറ്റിനും.